നമസ്കാരം. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ അന്ന് തുടങ്ങിയതാണ് ഈ നായ കുരയ്ക്കാൻ തുടങ്ങിയതാണ്. എയിംസ് വരും, എയിംസ് വരും, എയിംസ് വരും എന്ന് പറഞ്ഞ്. നിന്റെ എയിംസ് ഇവിടെ വരാൻ പോകുന്നില്ല. ഒന്നാമത് ഇവനവിടെ മന്ത്രിസഭയിലൊന്നും ഒരു പങ്കുമില്ല, ഒന്നുമില്ല. അവിടുത്തെ തീരുമാനം ഒന്നും ഇവനറിയില്ല. ഇവനൊരു അടിച്ചുതളി മന്ത്രി മാത്രമാണത്. പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ ഓഫീസ് അടിച്ചു വാരുന്നൊരു മന്ത്രി മാത്രമാണ്. എയിംസ് നീ ഇരിക്കുന്നിടത്തോളം കാലം എയിംസ് കൂടെ വരാൻ പോകുന്നില്ല. പക്ഷേ ചിലപ്പോൾ എയ്ഡ്സ് വരും. അത് നിനക്ക് അത് പകർന്നു കിട്ടുന്നത് നിൻ്റെ മഞ്ഞ സാരിയിൽ സുന്ദരിയായ, നിൻ്റെ ചുവന്ന സാരിയിൽ സുന്ദരിയായ, നിൻ്റെ പച്ച സാരിയിൽ സുന്ദരിയായിട്ടുള്ള അവളില്ലേ, അവിടെ നിന്ന് നിനക്ക് എയ്ഡ്സ് കിട്ടും. എയിംസ് നീ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നില്ല. എന്തൊരു തൊലിപ്പനാണ് അവൻ. അതോ ഈ തൃശ്ശൂർക്കാർ മുഴുവൻ തൊലിപ്പന്മാരായോ? കഷ്ടമാണിതൊക്കെ. നമസ്കാരം. ഈ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയതിന് ശേഷം ഇവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവനെ തൃശ്ശൂരിലിട്ട് ഇവനെ എന്താ പറയും, ഇവനെ ഉടുതുണി ഇല്ലാണ്ട് ഇവനെ ആ റൗണ്ടിൽ ഒരു പത്തോട്ട് ഓടിക്കണം വേണ്ടവനെ. ആ രീതിയിൽ തൃശ്ശൂർക്കാരെ ഇവൻ മാറ്റിച്ചിട്ടുണ്ട്. തെണ്ടിട്ട് മാടി. അന്ന് ജയിച്ചു പോയി അന്ന് തുടങ്ങിയ ഞാൻ അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഒരു തണ്ടിയോടെ കൊണ്ടുവരും, നിൻ്റെ തൊള്ളയിൽ അത് ഇട്ട് തരും, നിൻ്റെ അണ്ണാക്കിൽ ഇത് വെച്ച് തരും. ഇവനവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് പോലെ ആക്കി മാറ്റുമെന്ന് പറഞ്ഞവനാ. പിന്നെ മറ്റേ കോയമ്പത്തൂർക്ക് മറ്റേ പോകുന്ന ബുള്ളറ്റ് ട്രെയിനല്ല, മറ്റേ മേലെ കൂടെ പോകുന്ന ട്രെയിനുണ്ടല്ലോ, മെട്രോ, അത് തൃശ്ശൂരിൽ സ്റ്റോപ്പ്. എന്തൊക്കെയാണ് അവൻ പറഞ്ഞത്? വേളാങ്കണ്ണിന്ന് റോഡ് ഇതൊക്കെ അവൻ പറഞ്ഞതല്ലേ. ഇവൻ തൃശ്ശൂർ പൂരം, ആ തൃശ്ശൂർ പൂരത്തെ വീണ്ടും റീമോഡലൈസ് ചെയ്യാൻ ശ്രമിച്ചവനവൻ. അത് ശക്തൻ തമ്പുരാനൊക്കെ വേണ്ടതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ മഠത്തിൽ വരവെപ്പ് വേണം, അയ്യന്തോൾ വരവെപ്പ് വേണം, ചെറുപൂരങ്ങളുടെ വരവെപ്പ് വേണം, പിറ്റേ ദിവസം അതിൻ്റെ വിട ചൊല്ലി പറയുന്ന എങ്ങനെ വേണം. അത് എത്രയോ 100, 150, 200 വർഷമായിട്ട് അതെങ്ങനെ അറേഞ്ച് ചെയ്തുവോ അതേപോലെ നടക്കുന്നുണ്ട്. ഇവനൊന്നും അവിടെ പോയിട്ട് ഒരു രോമം പറിക്കാൻ പോകുന്നില്ല. തൃശ്ശൂർ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ കുറേ പെണ്ണുങ്ങൾ വോട്ട് ചെയ്ത്, സിനിമാ നടനാന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ വോട്ട് ചെയ്ത് തൃശ്ശൂരിൻ്റെ മാനം കളഞ്ഞു, അന്തസ് കളഞ്ഞു, ആഭ്യാത്യം കളഞ്ഞു. അച്യുതമേനൊക്കെയും ജയിച്ചു പോയ, കരുണാകരനും അച്യുതമേനൊക്കെയും ജയിച്ചു പോയ സ്ഥലമാണത് അവിടെ. ഇപ്പം ഇവർ ഇത്ര മാത്രമേ പറയുള്ളൂ. ഇടയ്ക്ക് വെച്ചാൽ ഈ മറ്റേ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരിക്കലും മറ്റേ നമ്പൂതിരി ഫലിതമുണ്ടല്ലോ, ആഹാരം കഴിച്ച് പറഞ്ഞു, ആഹാരം അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷം വരുന്നത്. അപ്പം എങ്ങനെയാണ്? ആഹാരം കഴിക്കുമ്പോഴേ അപ്പഴ സന്തോഷം വരെ. അത് കഴിഞ്ഞിട്ട് ആ പായസം ഉണ്ടല്ലോ, ആഹാരം കഴിഞ്ഞ ശേഷം ആ പായസം ഒരു 2 ഗ്ലാസ് 2.5 ഗ്ലാസ് അപ്പഴ സന്തോഷം വരെ. അല്ലടോ, അത് കഴിഞ്ഞാൽ പുളിഞ്ചി വായിൽ വെച്ചൊന്ന് നക്കിയിട്ട് വീണ്ടും ഒരു 2 ഗ്ലാസ് പായസങ്ങൾ കഴിക്കുമ്പോൾ അപ്പോഴാണോ സന്തോഷം വരിക? അല്ലടോ, അത് കഴിഞ്ഞ് 4 കൂട്ടി അങ്ങോട്ട് മുറുക്കിയതിന് ശേഷം അപ്പം സന്തോഷം വരില്ല. അപ്പോഴും അല്ലടോ. അത് കഴിഞ്ഞിട്ടൊന്ന് മയങ്ങണം, അത് കഴിഞ്ഞ് എഴുന്നേൽക്കണം, അപ്പോഴും സന്തോഷം വരിക. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് വയറൊക്കെ ഒന്ന് വീർത്തുണ്ടാവും. എന്നിട്ടിങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ടൊരു കീഴ്ശ്വാസം വീടലുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം സുഖം വേറെയാ. ഈ നാറി ആ കീഴ്ശ്വാസം വിടാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവനെന്തൊരു സന്തോഷം പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് എയിംസ് വരും, എയിംസ് വരും, എയിംസ് വരും, എയിംസ് വരും, എയിംസ് വരും. എയിംസ് ഒന്നും നിൻ്റെ കാലത്തോടെ വരാൻ പോകുന്നില്ല. നിനക്കതിനുള്ള ശേഷിയില്ല. കാരണം പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 5 പേരടങ്ങുന്ന ഒരു പവർ പ്ലേ ഗെയിം നടക്കുന്നുണ്ട് മറ്റേ BJPയുടെ. അതിൽ നരേന്ദ്രമോദി മറ്റേ നേരിട്ട് പാർലമെൻറ്റിൽ മെമ്പറിൽ മോഹൻ ഭാഗവത്, പിന്നെ അമിത്ഷാ, പിന്നെ രാജ്യരക്ഷാ മന്ത്രി, ഇങ്ങനെ ഒരു കുറേ ആൾക്കാർ കൂടി 5 പേരൊരു പവർ ഗ്രൂപ്പുണ്ട്. അവരാണ് എല്ലാം നിശ്ചയിക്കുന്നത്. അവരെന്തവിടെ ചെയ്യുന്നു ഈ വക സാധനങ്ങൾക്കൊന്നും അറിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. ഇവനവിടെ കയറി ചളി ജനാലിൽ ചോദിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുണ്ട്. ഇതും കഴിഞ്ഞാണ് ഈ അടിച്ചുതള്ളി മന്ത്രിമാർ. ഇവൻ എയിംസ് കൊണ്ടുവരുമ്പോൾ ഇവന് എയിംസിൽ ഒരു ബാർബർ ഷോപ്പ് കൂടെ കൊണ്ടുവരാനുള്ള ശേഷി അവിടെ പറഞ്ഞു കൊണ്ടുവരാനുള്ള ശേഷിയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റോനെ നീ മറ്റേ എന്തായാലും പറയാം, നമ്മളുടെ വയനാട്ടിൽ ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് എന്ത് തൊലിയുണ്ട് അവിടേക്ക് കൊണ്ടുവന്നത് നീ?
എന്ത് തൊലിയാണ് നീ ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനേക്കും നേരിട്ട് കണ്ട ഇവൻ്റെ ഉയരം തടി നോക്കാതെ ഇവനെ ചെവിടുത്തായിട്ട് അടിച്ചാണ്ട് പൊളിക്കണം. അതിന് വലിയ ജയിലിൽ പോയാലും കുഴപ്പമില്ല. അത്രയും വൃത്തികെട്ടവനാണ് ഇവൻ, അത്രയും വൃത്തികെട്ടവർ. ഇക്കണ്ടൻ നായർ, ഒരു വെളിവില്ലാത്തൊരു അതന്നെ സാധനം, ഒരു വെളിവില്ലാത്ത മറ്റേ അതന്നെ സാധനം. ഒരു വളുവെളിപ്പൻ. ഇപ്പം അവിടെ തറയമലയ്ക്ക് കയറിയിരുന്നു ഇവൻ്റെ കുറേ എളിപ്പൻ പരിപാടികൾ, അതൊക്കെ വേണ്ടതായി. ഇപ്പം വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ആവർത്തിച്ചിരിക്കുകയാണ്, കേരളത്തിൽ എയിംസ് വന്നിരിക്കുമെന്ന്. കേരളത്തിൽ എയിംസ് വന്നിരിക്കും. മറ്റേ മോനെ ഇപ്പോൾ പറഞ്ഞ മറ്റേ മോനെ പറഞ്ഞത് മകനെ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ നായിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ നായയെ ഇഷ്ടപ്പെടുന്ന മകൻ എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതാണ് നായിൻ്റെ മോൻ, ആനയുടെ മോൻ എന്നൊക്കെയും പറയില്ലേ. അപ്പോൾ ഈ നായിൻ്റെ മോൻ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് നായയെ ഇഷ്ടമുള്ള മകൻ എന്നാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞില്ലേ? പണ്ടൊരു സിനിമ നടി ഡയറക്ടർ അകലെ നിന്ന് എന്തോ ചെയ്യുമ്പോൾ ഡയറക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പുലിയാടി മോളെ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്ത് വന്നപ്പോൾ മറ്റേ നടികൾ പറഞ്ഞു, സാറ് വിളിച്ച് ഞങ്ങൾ കേട്ടു. എന്ത് കേട്ടു? പുലിയാടി മോളെ. അതങ്ങനെയൊന്നുമല്ല. അതിലൊരു ഒരു 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 മാഗസിൻ കാണിച്ചിട്ട് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കടുവയെന്ന് പറഞ്ഞപ്പോൾ അതല്ല, അത് പുലി ആണടി മോളെ, പുലിയാടി മോളെ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വളച്ചൊട്ടിച്ച് ചതച്ചിപ്പോൾ പറയുന്നത് മറ്റേ മോനെ. ഗണേഷ് കുമാറിനെ വെച്ചിട്ട് മനസ്സിൽ പറഞ്ഞത് മറ്റേ ഓണത്തിലെ മോനെ എന്നവൻ പറഞ്ഞത്. അല്ലെങ്കിൽ അതിലപ്പുറമുള്ള വേറെ വാക്കുകളുണ്ട്, മറ്റേ പൂ മോനെ എന്നൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റേ മൈ മോനെ എന്നൊക്കെ ഉണ്ടല്ലോ. ഇപ്പം പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മറ്റേ മകനെ എന്നാണ് ഉദ്ദേശിച്ചത്. ആ സമയത്ത് പേര് മനസ്സിൽ വന്നില്ല എന്ന്, ഇവൻ്റെ മനസ്സിൽ പേര് മനസ്സിൽ വന്നില്ല എന്ന്. ഇവൻ ശരിക്കും ഇവൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എല്ലാവർക്കും ഒരു പാരമ്പര്യം ഉണ്ടാകും. പാരമ്പര്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇവനങ്ങനെ ഒരു പാരമ്പര്യമില്ല. ഇവൻ്റെ പാരമ്പര്യം ഇവനുണ്ടാക്കിയൊരു പാരമ്പര്യം. അത് എത്രത്തോളം ഇവന് കൊല്ലത്ത് പോയിട്ട് മത്സരിക്കാൻ പറ്റുമോ? ഇവൻ്റെ സ്വന്തം നാട്ടിൽ പോയിട്ട് മത്സരിക്കാൻ പറ്റുമോ? കൊല്ലത്ത് പോയിട്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, തൃശ്ശൂർ എന്ന പേര് കേട്ടാൽ ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾ പറ, നിങ്ങൾ ഇതിനകത്ത് എഴുതി വയ്ക്കുക. തൃശ്ശൂർ എന്ന പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞവള എന്ന് പറയില്ലേ, ഞവള എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. മറ്റേ കാലത്ത് നമ്മൾ നന്നായിട്ട് ഉറങ്ങിയ ശേഷം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഇതിക്കൂടെ സാധനം ഒലിച്ചിറങ്ങി കിടക്കണല്ലേ, കളാന്ന്. അതിന് ഞവള എന്നാണ് പറയുക. ഇവനെക്കുറിച്ച് ഓർക്കുമ്പോൾ തൃശ്ശൂർ മുഴുവൻ ഞവള ഒഴുകി കിടക്കുന്ന പോലൊരു തോന്നലുണ്ടാവുന്നത്. ഒരു വൃത്തികെട്ട സാധനം. അവിടെ മത്സരിച്ച ഒന്ന് മുരളീധരനാണ് മത്സരിച്ചത്, പിന്നെ ഒന്ന് മത്സരിച്ച സുനിൽകുമാറാണ് മത്സരിച്ചത്. അവർക്ക് എത്രമാത്രം പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അവരെ തോൽപ്പിച്ചു വിട്ട തൃശ്ശൂർക്കാരന് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അടുത്ത വർഷവും ഇവനെ തന്നെ ജയിപ്പിക്കണം കേട്ടോ. അടുത്ത വർഷവും ഇവനെ തന്നെ ജയിപ്പിക്കണം. പിന്നെ വേറെ ഒരുത്തി അവിടെ വന്നിട്ടുണ്ട്, BJPയുടെ ഒരുത്തി കൂടി വന്നിട്ടുണ്ട്, മറ്റേ കരുണാകരൻ്റെ മോള് വേറൊരു ഞവള വന്നിട്ടുണ്ട്. അവളെയും ഇവനെ അങ്ങോട്ട് അവളെ പാർലമെൻറ്റ് എന്തായാലും പറയുക നിയമസഭയിലേക്ക് അയക്കുക, ഇവനെ പാർലമെൻറ്റിലേക്ക് അയക്കുക. തൃശ്ശൂർക്കാരുടെ കാര്യപ്പോൾ തീരുമാനമാവുമെന്നർത്ഥം. കേരളത്തിൽ എയിംസ് വന്നിരിക്കുന്ന ഉറപ്പിച്ചും തറപ്പിച്ചും വീണ്ടും പറഞ്ഞു, ആലപ്പുഴയിൽ സ്ഥലം തരില്ലെങ്കിൽ നിനക്ക് സ്ഥലം തരാൻ ഇഷ്ടമല്ല. ഈ നായിൻ്റെ മോനോട് 40 വട്ടം പറഞ്ഞു ഇന്ന സ്ഥലത്ത് സ്ഥലം അവിടെ ഉണ്ടെന്ന്, അപ്പം ഉണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ പറയും സ്ഥലം തന്നില്ലല്ലോ. പണ്ടൊരു ചാക്യാരുടെ അടുത്തേക്ക് വരികയാണ്, 1 man ഷോ ആണ്. ചാക്യാരുടെ അടുത്ത് വരിക, എൻ്റെ ഭാര്യ എന്നെ പട്ടീന്ന് വിളിച്ചു, അങ്ങനെയൊക്കെ വിളിക്കാമോ? അപ്പം അയാൾ പറഞ്ഞു, നോക്കൂ, അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, നിങ്ങളൊരു പട്ടിയുടെ പോലെ, പട്ടി മനുഷ്യന്മാരെ സ്നേഹിക്കില്ല, പട്ടിയുടെ പോലെ നിങ്ങൾക്ക് അവളോട് സ്നേഹമുണ്ട്, അതാണ് അവൾ പട്ടീന്ന് വിളിച്ചത്. ഓ അങ്ങനെയാണല്ലേ, ഓ ശരി. അപ്പോൾ അവളോട് ക്ഷമിച്ചില്ലേ? ഓ ക്ഷമിച്ചു. എന്നിട്ട് അയാൾ പോകുമ്പോൾ വീണ്ടും എന്നാലും അവളെന്നെ നായേന്ന് വിളിച്ചില്ലേ? ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, അവത പറയുന്ന ആൾക്കാർ. ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥലത്ത് സ്ഥലം അവിടെ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇവന്.
പക്ഷേ ആ സ്ഥലം കൊടുത്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, പിണറായി വിജയനോ മന്ത്രിമാരോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മിണ്ടില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പറയും, എന്നാലും സ്ഥലം തന്നില്ലല്ലോ. എനിക്ക് വായയുടെ ഉള്ളിലിട്ടിട്ട് മറ്റേ കൈയിട്ടിട്ട് അടിക്കണം വേണ്ടവനെ വാസ്തവത്തിൽ. വൃത്തികെട്ടവൻ എന്നുള്ള വാക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പം പറഞ്ഞു ഇനി സമയമുണ്ട്, സ്ഥലം തരാൻ സമയമുണ്ട്, സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് തന്നാൽ ഉടനെ എയിംസ് വന്നിരിക്കുക. അത് പറയാൻ നീ ആരണ്ട അതൊക്കെയും പറയാൻ? നിനക്ക് അവിടെ അവിടെ സ്ഥാനം? കൈ പൊക്കാൻ ഒരാളെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒന്നാമത് സംസാരിക്കാൻ അറിയില്ല. ഇപ്പോൾ പാർലമെൻറ്റിൽ 1-2 പ്രാവശ്യം സംസാരിച്ചപ്പോൾ അപ്പുറത്ത് വേറൊരു തീപ്പൊരി ഇരിക്കുന്നുണ്ട്. ഇവൻ എഴുന്നേറ്റ് മറ്റേ ബ്രിട്ടാസ് എഴുന്നേൽക്കും. ബ്രിട്ടാസ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവൻ നാറും മാസത്തിൽ. എന്തിനാണ് മറ്റേ കരുണാനിധിയുടെ മകളുണ്ട്, അവരുടെ പേര് ഞാൻ അവർ കവയത്രി കൂടിയാണ് കേട്ടോ. കരുണാനിധിയുടെ മകളാണ് അവർ, കനിമൊഴി ശരിക്കും കനിമൊഴിയാണ്. കാരണം അവർ സിലോണിൽ അസലായിട്ട് നല്ല വൊക്കാബുലറിയാണ്, തമിഴിലും അതെ, നല്ല വൊക്കാബുലറിയാണ് ഇംഗ്ലീഷിലും അതെ. അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് അപ്പം ഇവൻ എന്തോ ഒരു കോമാളി വേഷം കാണിച്ചു, അങ്ങോട്ട് ശരിക്കിട്ട് അങ്ങോട്ട് കൊടുത്തു. അതോടെ ഇപ്പം അവൻ അതിനകത്ത് തിക്കുമുട്ടലായിട്ട് ഇരിക്കുകയാണ്. അവിടെ നടക്കുന്ന ഒരു കാര്യം ഇവൻ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എയിംസ് വരാൻ കേരളം എന്ത് ചെയ്തെന്ന് പറയണമെന്നും ഇലക്ഷൻ ഒന്ന് മാറ്റി വെച്ചാൽ ഇപ്പോൾ ഉയരുന്നതെല്ലാം കെട്ടടങ്ങുമെന്നും എന്തൊക്കെ ഇയാൾ പറയുന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ആർക്കും മനസ്സിലാവില്ല കേട്ടോ. എന്തായാലും ബജറ്റിൽ എയിംസ്, ഇതിലേറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് എയിംസിനെ കുറിച്ചൊരു വാക്ക് പോലും, അതിൻ്റെ ഒരു കൺസെൻറ്റ് കൊടുക്കുക എന്ന് പറയില്ലേ, എയിംസ് അനധിവിദൂര ഭാവിയിൽ കേരളത്തിലും കിട്ടും എന്നെങ്കിലൊരു വാക്ക് പാർലമെൻറ്റിലെ മന്ത്രിമാർ പറഞ്ഞിരുന്നെങ്കിൽ ഇവനത് പറഞ്ഞാൽ അർത്ഥമുണ്ട്. അങ്ങനെ ഒരു രൂപരേഖ പോലുമില്ല. അനധിവിദൂര ഭാവിയിൽ അല്ലെങ്കിൽ അതിവിദൂര ഭാവിയിൽ ഒരു സങ്കല്പം പോലും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവിടെ മറ്റേ എന്തായാലും പറയാം, നമ്മളുടെ ഇവരുണ്ടല്ലോ നിർമ്മല സീതാരാമൻ, അവരുടെ ബജറ്റ്, ആ ബജറ്റിനത് ഇത്രയും വന്ന സാധനം തൊള്ളയിൽ കയറ്റി കൊടുക്കുന്ന ചിലപ്പോൾ എല്ലാവരും വരിയായിട്ടിരുന്ന് ചരിത്രം അറിയാലോ. ടി വിയുടെ മുമ്പിൽ പ്രാഞ്ചേട്ടായിരിക്കുന്ന പോലെ ഇങ്ങനെ ഓരോന്നോരോ നോക്കി പത്മശ്രീ കിട്ടുന്നു ചൊട്ടെ. അതുപോലെ ഇവിടെ നാണം കിട്ടില്ലേ. എന്തൊക്കെയാണ് ബജറ്റ് പ്രകാരം കേരളത്തിന് കിട്ടാതിരിക്കുക, ഇതൊന്നും പറ്റുകൾക്ക് അറിയില്ല. ഇവർ കേരളത്തിലെ BJP മുതലാളിമാർ ഉത്തരേന്ത്യക്കാരാണ്. അതിൻ്റെ തൊഴിലാളികൾ മാത്രമാണ് ഈ കേരളത്തിലുള്ളവർ. യാതൊരു നിലയും വിലയില്ലാത്ത, കാരണം ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അറിയാം, കേരളത്തിലുള്ള മല്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ, ഉത്തരേന്ത്യൻ മലയാളി പെൺകുട്ടികൾ മല്ലു ആണുങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാരണം എന്താ? അവരോട് ഇപ്പോൾ പേര് ചോദിക്കാം, വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് കുഞ്ഞുണ്ണി. ഇതാണ് അവൻ്റെ എന്താ എൻ്റെ പേര്? എൻ്റെ പേര് എന്ന് പറഞ്ഞില്ലേ, ബൈജൂന്ന്. ബൈജൂന്ന്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇവന് വൊക്കാബുലറി പവറും ഇല്ല, ഒന്നുമില്ല. ഈ ലഭ്യന്മാർ, നമ്മളുടെ ഈ ഇന്ത്യയുടെ ഏറ്റവും താഴെ കിടക്കുന്നതാണ് കേരളം. അത് കറക്റ്റാണ്. ഇന്ത്യയുടെ ഏറ്റവും താഴെ കിടക്കുന്ന കുറേ കയ്പന്മാരെന്ന് പറയില്ലേ, ആ കരയില പോലെയല്ലേ കിടക്കുന്നത് കേരളം. ആയതുകൊണ്ട് തന്നെ നിൻ്റെ ഭർത്താവ് എവിടത്തുകാരനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും അയാൾ മണിപ്പൂരുകാരനാ, അല്ലെങ്കിൽ അയാൾ മറ്റേ ഹരിയാനക്കാരനാന്ന് പറയും. പക്ഷെ ഒരിക്കലും കേരളത്തിൻ്റെ പേര് പറയില്ല. മല്ലൂന്ന് കേക്ക് തന്നെ അറപ്പും വെറുപ്പുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ അത്രയും സ്ഥാനമാനങ്ങൾ അവിടെ കിട്ടുള്ളൂ എന്നർത്ഥം. ഞാൻ കിട്ടിയിരുന്നു, VK കൃഷ്ണമേനോൻ, അങ്ങനെ കുറേ ആൾക്കാർക്ക് കിട്ടിയിരുന്നു. ഇപ്പം അതൊക്കെയും പോയി. ഏതായാലും എനിക്ക് ഇവനോട് പറയാനുള്ളത്, നിൻ്റെ എയിംസ് ഇവിടെ വരാൻ പോകുന്നതാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എയ്ഡ്സ് വേണിയിൽ വരും, അത് നിനക്ക് വരിക. അതെവിടെ നിന്നാണ് കിട്ടുകയെന്നറിയോ? നിൻ്റെ മറ്റേ ആ മഞ്ഞ സാരിയിൽ സുന്ദരിയായ, ചുവന്ന സാരിയിൽ സുന്ദരിയായ, പച്ച സാരിയിൽ സുന്ദരിയായ അവളില്ലേ, അവിടെ നിന്ന് നിനക്ക് എയ്ഡ്സ് വേണേ നിനക്ക് പറഞ്ഞു കിട്ടുന്ന അർത്ഥം. നീ ദയവ് ചെയ്ത് ആമേ എന്തോട്ടാ എയിംസ് വന്നപ്പോൾ എയിംസിന് വരെ ആമയെ കൊടുത്തയച്ചില്ലേ, ആമഗോപി. നീ ഒന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഞവള നിറഞ്ഞു നിൽക്കുന്ന വായൊന്ന് അടയ്ക്കട നായിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അറിയോ? പട്ടിയുടെ പോലെ അനുസരണയുള്ള ഒരു പ്രകൃതി എന്നുള്ള നിലയ്ക്കുള്ള നായിൻ്റെ മോനെ എന്ന് പറഞ്ഞത് നമ്മൾ പറയില്ലേ. ഇതേ അവനെ കൊണ്ട് ആനയുടെ പോലെയുണ്ടെന്ന് പറയില്ലേ, അതുപോലെ ഇവൻ നായിൻ്റെ മോൻ, അത്രയേ ഉള്ളൂ. ഇപ്പം പറഞ്ഞില്ലേ മറ്റേ മോനെ എന്ന് വെച്ചാൽ മറ്റേ മകനെ എന്നാണ് വിളിച്ചതെന്ന് പറഞ്ഞത്. അവൻ നായിൻ്റെ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയുടെ പോലെ അനുസരണമുള്ള
അങ്ങനെ ഒരാൾ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെയാണല്ലോ നരേന്ദ്രമോദിയോട് ഒന്ന് കുറയ്ക്കൽ മാത്രമല്ലേ എൻ്റെ തൊഴിൽ വാസ്തവത്തിൽ. ആയതുകൊണ്ട് തന്നെ നീ ആ വായ നടക്കി, നിൻ്റെ ഞവള വരുന്ന വായ ആദ്യം തന്നെ അടക്കി. ഏതായാലും നമസ്കാരം.